നിറഞ്ഞവരാണ്. കോപം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുള്ളവരാണ്. കോപം എന്നുള്ളത് മിക്കവാറും എല്ലാ മനുഷ്യരുടെയും ഒരു സന്തത സഹചാരിയാണ്. കോപമില്ലാത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ് ഈ ഭൂമിയിൽ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, കോപം ശരിയോ തെറ്റോ എന്നുള്ളത്. ഞാൻ അവർക്ക് സാധാരണ ഒരു ഉത്തരം കൊടുക്കും. നാം വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന കറിക്കത്തി അതുപോലെയാണ് കോപം. നമ്മൾ രാവിലെ തക്കാളിയും ഉരുളക്കിഴങ്ങും പച്ചക്കറികളും മീനും നുറുക്കുവാനായിട്ട് ശരിയാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന കത്തി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് വേറൊരു മനുഷ്യൻ്റെ വയറ് കീറുവാനായിട്ടും ഉപയോഗിക്കാം. അപ്പം കത്തി നല്ലതാണോ തിന്മയാണോ എന്നുള്ളതല്ല അതിൻ്റെ പ്രസക്തി. അതേത് വിധത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കായീൻ കോപിച്ച് അവൻ്റെ മുഖം വാടുന്നത് കണ്ടപ്പോൾ പിതാവായിരിക്കും ദൈവം അവനെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, കായീനെ, നിൻ്റെ മുഖം വാടുന്നത് എന്ത്? നമ്മൾക്ക് പലർക്കും അതിൻ്റെ കഥ അറിയാം. കായീനും ഹാവേലും ദൈവത്തിന് യാഗമർപ്പിക്കാൻ പോയി. ഹാവേലിൻ്റെ യാഗം യഹോവ സ്വീകരിച്ചു, കയീനിൻ്റെ യാഗം സ്വീകരിച്ചില്ല. കയീന് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാമായിരുന്നു, ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ യാഗം നീ സ്വീകരിക്കാതിരുന്നത്? ദൈവം അവനോട് ഉത്തരം പറയുമായിരുന്നു, ഇന്നതൊക്കെ ചെയ്തതായിരുന്നുവെങ്കിൽ ഞാൻ സ്വീകരിക്കാമായിരുന്നു എന്നുള്ളത്. ഇവൻ്റെ മുഖം വാടുന്നത് കണ്ടു, അവൻ്റെ മുഖം കോപത്താൽ നിറയുന്നത് കണ്ടപ്പോൾ യഹോവ അവനോട് പറഞ്ഞു, പാപം വാതിൽക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന്. അവൻ കോപിച്ചതല്ലായിരുന്നു തെറ്റ്. അവൻ്റെ വിഷമം ദൈവത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം അവൻ സഹോദരൻ്റെ മുമ്പിൽ ഒരു പരാജിതനെ പോലെ ആയിത്തീർന്നു. എന്നാറെ കായീൻ കോപിച്ച് വയലിൽ വച്ച് തൻ്റെ സഹോദരനായിരിക്കുന്ന ഹാവേലിനെ കൊന്നു. ആ കൊന്നതിൻ്റെ ഫലമായിട്ട് യഹോവ അവനോട് പറയുന്നു, നിന്റെ സഹോദരൻ്റെ രക്തം കുടിപ്പാൻ വായ് തുറന്ന ഭൂമിയിൽ നിന്ന് നീ ശാപഗ്രസ്തനായിട്ട് പോകണം. ആ ശാപം അവൻ വാങ്ങിച്ച് അവിടെ നിന്ന് കടന്ന് പോകുന്ന ഒരു ദയനീയ കാഴ്ച ഉൽപ്പത്തിയിൽ കാണിക്കാം. എഫേസ്യ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ ഉള്ള സമയം പകൽക്കാലം നമ്മളുടെ മനസ്സ് എത്ര മാത്രം കോപത്താൽ നിറഞ്ഞതാണെങ്കിലും കിളികളുടെ ശബ്ദം കേൾക്കുമ്പോൾ, വാഹനങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ, പ്രകാശം കാണുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ കോപത്തിന് ഒരു പരിധി വരെ ശമനം കണ്ടിരിക്കാം. ഇപ്പം നമ്മളെ കോപിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് അയൽവക്കത്തെ ആരെങ്കിലും കടന്നു വന്ന് നമ്മളോട് സംസാരിച്ചു. ചില സമയത്ത് നമ്മൾ ആ കോപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനിടയാകും.
എന്നാൽ സൂര്യൻ അസ്തമിച്ച് ഇരുൾ മൂടിക്കഴിയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ മനസ്സ് ഉള്ളിലേക്ക് വലിയുകയാണ്. ആ സമയത്ത് നമ്മളുടെ കോപവും ഉള്ളിൽ ഒതുങ്ങുകയാണ്. അതിന് വെളിയിൽ പോകുവാൻ മാർഗമില്ല. വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ശരിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. ആഹാരം കഴിച്ചാൽ ശരിയായ ദഹനം ഉണ്ടാകുകയില്ല. കോപമുള്ളവർക്ക് പല രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോപത്തോടുകൂടി നമ്മൾ ആഹാരം കഴിച്ചാൽ നമ്മൾ രോഗത്തെ വിളിച്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. ആ കഴിക്കുന്ന ആഹാരം കൊണ്ട് വലിയ പ്രയോജനമില്ല. നമ്മൾ രാത്രിയിൽ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങേണ്ടതായിട്ടുള്ളവർ നമ്മളുടെ ശത്രുവിനോടുള്ള പക വീട്ടുവാൻ ചിന്തിച്ച് രാത്രിയിൽ നമ്മൾ ചിലവഴിക്കുകയാണ്. രാത്രിയിലെ ഉറക്കം ശരിയാകയില്ല. ഞാൻ സാധാരണ ഒരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഞാൻ രാവിലെ യാത്ര ചെയ്യുമ്പോൾ വീടിന് വെളിയിൽ പോകുമ്പോൾ കോപിഷ്ഠനായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുവാൻ ഇടയാകരുത് എന്ന്. ഞാൻ യാതൊരു തെറ്റും ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും ഒരു കോപം നിറഞ്ഞതായിട്ടുള്ള വ്യക്തിയുമായിട്ട് ഞാൻ ഇടപെട്ടാൽ അദ്ദേഹത്തിന് മറ്റുള്ളവരോടുള്ള വാശിയും വൈരാഗ്യവും അതിൽ നിന്നുണ്ടാകുന്ന കോപവും എന്നോടായിരിക്കും പ്രതിഫലിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഓട്ടോയിൽ ടാക്സിയിലൊക്കെ കയറുമ്പോൾ, കടകളിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ദേഷ്യത്തോട് സംസാരിക്കുന്നുവെങ്കിൽ ചില സമയത്ത് നമ്മളതിൽ നിസ്സഹായരും നിരപരാധികളുമാണ്. നിങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ഓർമ്മ കാണും, നിങ്ങൾ ഓഫീസുകളിൽ പോകുന്ന സമയത്ത് തലേ ദിവസം വരെ സന്തോഷത്തോടെ ചിരിച്ച് പറഞ്ഞ് നടന്നതായിട്ടുള്ള വ്യക്തികൾ അന്ന് രാവിലെ നിങ്ങളെ കാണുമ്പോൾ മുഖം വീർപ്പിച്ച് നടക്കും. അതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ ആ വ്യക്തി ശരിക്കും ഉറങ്ങിക്കാണയില്ല, വീട്ടിലുള്ളവരോട് വഴക്കുണ്ടാക്കി കോപിച്ചാണ് വരുന്നത്. പക്ഷെങ്കിൽ നിങ്ങളാണത് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് കോപം നമ്മൾക്ക് സാധാരണയായിട്ട് വരാവുന്ന ഒരു മാനസിക അവസ്ഥയാണ്. എന്നാൽ അതിനെ പാപത്തിലേക്ക് വഴി നടത്താതെ എത്രയും വേഗത്തിൽ നമ്മൾ ആ കോപത്തിൽ നിന്ന് പിന്മാറേണ്ടിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ കോപമൊക്കെ നമ്മൾക്കുണ്ടാകുന്നത്? അതിനുള്ള പ്രതിവിധികൾ എന്താണ്? ഉദാഹരണമായിട്ട് സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ്, നമ്മൾ ചിലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അവരോട് ദേഷ്യം തോന്നും, അത് നമ്മൾ അവരോട് കോപിച്ചെന്ന് വന്നേക്കാം. അല്ലെങ്കിൽ നമ്മൾ ടി വി കാണുവാനായിട്ടിരിക്കുന്നു, ടി വി കാണുമ്പോൾ നമ്മളുടെ അടുക്കലിരിക്കുന്ന വ്യക്തി വളരെ ശബ്ദമുയർത്തി സംസാരിക്കുന്നു. അപ്പോൾ നമുക്കവരോട് കോപമുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളെക്കുറിച്ച് വേറൊരു വ്യക്തി വളരെ മോശമായിട്ട് സംസാരിച്ചു, കള്ളം പറഞ്ഞു, നിങ്ങൾക്ക് കോപമുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിവനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ജോലി ചെയ്തു, പക്ഷെങ്കിൽ നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ ജോലിയിൽ തൃപ്തി കാണിച്ചില്ല, സന്തോഷിച്ചില്ല, നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും. അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളെ സ്നേഹത്തോടെ പറയുന്നതിന് പകരമായിട്ട്, സംസാരിക്കുന്നതിന് പകരമായിട്ട് വളരെ മോശമായിട്ടുള്ള പേരുകൾ നിങ്ങളെ വിളിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നെയിം കോളിംഗ്.
അത് നമ്മൾക്ക് കോപം ഉണ്ടായേക്കാം. പിന്നെ സാധാരണഗതിയിൽ കേരളത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ്, ഇപ്പം നമ്മളൊരു ടിക്കറ്റ് വാങ്ങിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണ്. വേറൊരാൾ വന്ന് ആ ക്യൂവിൻ്റെ ഇടയിൽ കയറി നിന്നു. അതുകൊണ്ട് ബഹളമുണ്ടാകാം, അപകടങ്ങളുണ്ടാകാം, ചിലപ്പോൾ കൊലപാതകങ്ങൾ വരെ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ നമ്മുടെ ദേഹത്തേക്ക് വീണു, ചൂട് ചായ. നമുക്ക് നമ്മോട് തന്നെയും ചായ കൊണ്ടുവന്നവരോടും ദേഷ്യം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കാവുന്ന സംഗതിയിൽ ഒന്ന്, നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മളെ മറ്റുള്ളവർ പഴിചാരുക. നമ്മൾ മനസ്സാ വാചാ കർമ്മണ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ആ വ്യക്തി വന്ന് നമ്മളുടെ മുഖത്തൊക്കെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നീയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുക. അല്ലെ നമ്മളെ ചിലർ കളിയാക്കുക. നമ്മളുടെ ഡ്രസ്സിനെക്കുറിച്ചോ നമ്മുടെ ശരീരത്തെക്കുറിച്ചോ അവരെ കളിയാക്കുക നമുക്ക് ദേഷ്യം ഉണ്ടാക്കും. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നുകിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരാൾ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് ദേഷ്യമുണ്ടാകും. നമ്മൾ ചിലർക്ക് പണം കടം കൊടുത്തു, പറഞ്ഞ സമയത്ത് നമുക്ക് തിരിച്ചു തന്നില്ല, നമ്മൾക്ക് ദേഷ്യമുണ്ടാകും. ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മളെ ദേഹോപദ്രവം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താം, നമ്മൾക്ക് ദേഷ്യമുണ്ടാകും. നമ്മൾ നല്ലൊരു ഡ്രസ്സ് ധരിച്ചു കൊണ്ടുപോയി അടുത്തിരുന്ന ഒരു വ്യക്തി സിഗരറ്റ് വലിച്ചു, ബീഡി വലിച്ചു, അതിൽ വീണ് അതിന് കേട് സംഭവിച്ച് നമ്മൾക്ക് ദേഷ്യം ഉണ്ടായിരിക്കാം. ഇങ്ങനെ ദേഷ്യം വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മളുടെ ടെൻഷൻ വളരെയധികം വർദ്ധിക്കുകയാണ്, രക്തസമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മളുടെ ശരീരത്തിന് ചില മാറ്റങ്ങൾ സംഭവിക്കാം. നമ്മളുടെ ശരീരത്തിൻ്റെ മാറ്റം ഒരു പ്രധാന ഘടകമാണ്. നമ്മളുടെ കണ്ണിലേക്ക് രക്തം കൂടുതലായിട്ട് പ്രവഹിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ദേഷ്യം കൊണ്ട് നമ്മൾക്ക് കണ്ണ് ശരിക്ക് കാണുവാനായിട്ട് സാധിക്കാതെ വരും. നമ്മളുടെ മസിൽസ് എല്ലാം വളരെ ടെൻസാകും. ആ ടെൻസാകുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുവാനായിട്ട് നമ്മുടെ കൈകൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കാലുകൾ പ്രവർത്തിക്കുന്നത്. രക്തയോട്ടം വളരെയധികം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ ശരീരം ചിലപ്പോൾ വിയർത്തുവെന്ന് വന്നേക്കാം. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നതായിട്ടുള്ള ആ ചൂടേറിയ അനുഭവം നമ്മൾക്ക് കൂടുതൽ എനർജി തരികയും ആ എനർജി ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ പ്രേരിതരായി തീരുകയും ചെയ്തെന്ന് വന്നേക്കാം. നമ്മളുടെ കാലുകൾ നേരെ നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞുവെന്ന് വന്നേക്കാം. നമ്മൾക്ക് തലവേദന ഉണ്ടാകാം. നമ്മൾക്ക് ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാകുവാൻ കാരണമുണ്ട്. നമ്മളുടെ വായിൽ ഉമിനീര് കുറഞ്ഞിട്ട് ഒരു ഡ്രൈനസ്, ഉണങ്ങിയ അനുഭവം നമ്മൾക്കുണ്ടാകാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ കോപമുള്ള ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ സംസാരം ശരിക്കാകാത്തതിൻ്റെ കാരണം അത് ഒരു ഡ്രൈ മൗത്ത്, ഉണങ്ങിയതായിട്ടുള്ള ഒരു വായ അവനുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ചിലപ്പോൾ ആകാം,
വളരെ സ്ലോ ആയിട്ടും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെന്ത് സംഭവിച്ചാലും നമ്മൾക്ക് ചെസ്റ്റ് പെയിൻ, ഹൃദയത്തിന് വേദനയുണ്ടാകും. ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസം നമ്മൾക്ക് ലഭിച്ചില്ലെന്ന് വന്നേക്കാം. സാധാരണഗതിയിൽ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ, ഈ രക്തയോട്ടം കൂടുമ്പോൾ നമ്മൾക്ക് സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് നമ്മൾ ചിലപ്പോൾ ബോധക്ഷയം വന്ന് വീഴുവാൻ സാധ്യത. പിന്നെ നമ്മളുടെ കൈകാലുകളുടെ പ്രവർത്തനം കൂടുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കൈയെ നിയന്ത്രിക്കുവാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളായി തീർന്നുവെന്ന് വന്നേക്കാം. അപ്പം ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങൾ കൊണ്ട് നമ്മൾ മറ്റു പല രോഗത്തിനും അടിമയായിരിക്കാം. നമ്മൾ ഇന്ന് സാധാരണ കണ്ടുവരുന്ന ഒരു വലിയ പ്രോബ്ലമാണ് സ്ട്രെസ്സ്, സമ്മർദ്ദം. അത് മരണത്തിന് കാരണമാകാം. നമ്മൾ ധാരാളം കോപിച്ചാൽ ഈ സ്ട്രെസ്സ് നമ്മൾക്കുണ്ടാകും. എന്നാൽ ഈ സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ട് നമ്മൾക്ക് കോപവും വർദ്ധിച്ചു വന്നേക്കാം. സാധാരണഗതിയിൽ എന്തൊക്കെയാണ് നമ്മൾക്ക് സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന, സമ്മർദ്ദം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെന്ന് നമുക്ക് അടുത്ത ചില നിമിഷങ്ങളൊന്ന് ചിന്തിക്കാം. ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന വിവാഹ വേർപെടലുകൾ വളരെയധികം സമ്മർദ്ദം അതിന് ഇരയാകുന്നവരുടെ മേൽ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ സഹധർമ്മിണിയോ നമ്മുടെ മക്കളോ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവോ മരിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വളരെ സമ്മർദ്ദമുണ്ടാകാം. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് സമ്മർദ്ദം ഉണ്ടാകാം. വിവാഹ ജീവിതത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സ്നേഹമില്ലായ്മ കാണിച്ചാൽ ശരീരത്തിന്, നമ്മളുടെ ഹൃദയത്തിന് സമ്മർദ്ദം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ആ സമ്മർദ്ദം വർദ്ധിച്ചാൽ അത് മരണത്തിനും കാരണമായേക്കാം. നമ്മൾക്ക് രോഗം വന്നാൽ സമ്മർദ്ദം വളരെയധികം വർദ്ധിക്കും. ഇനിയും നമ്മോട് തന്നെയുള്ള കാഴ്ചപ്പാടിൽ തൃപ്തി തോന്നുന്നില്ല എങ്കിൽ സമ്മർദ്ദമുണ്ടാകാം. നാം നമ്മെ തന്നെ അഭിനന്ദിക്കുന്നവരായിരിക്കണം. നാം നമ്മെ തന്നെ പഴിചാരുവാൻ പോയാൽ, നമ്മളുടെ കഴിവില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്താൻ പോയാൽ നമുക്ക് സമ്മർദ്ദം വർദ്ധിക്കാം. ആ സമ്മർദ്ദം കൊണ്ട് ദേഷ്യവും കോപവും നമുക്ക് വർദ്ധിച്ചിരിക്കാം. പിന്നെ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളുടെ ചെറിയ പ്രോബ്ലത്തെ, മൈനർ പ്രോബ്ലത്തെയും നമ്മൾ മേജറായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കും. നമ്മൾക്കൊന്നിൽ ഒരു 5 രൂപ നഷ്ടപ്പെട്ടു, അല്ലെ 10 രൂപ നഷ്ടപ്പെട്ടു, അല്ലെ ഒരു ഡ്രസ്സ് നഷ്ടപ്പെട്ടു. നമ്മൾ അതിനെ ഓർത്ത് ധ്യാനിച്ച് രോഗങ്ങൾ വലിച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഇനിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. പറന്ന് പോയതായിട്ടുള്ള പക്ഷിയെ ഓർത്ത് നമ്മൾ വിലപിച്ചതുകൊണ്ട് പ്രയോജനമില്ല. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്, ട്രെയിനിന് നിൽക്കുകയാണ്. ഏതോ കാരണവശാൽ ട്രെയിൻ വിട്ടുപോയി, ബസ് മുന്നോട്ട് പോയി. അടുത്ത ബസ്സിൽ കയറുക, മുന്നോട്ട് പോകുക, അടുത്ത ട്രെയിന് വേണ്ടി നോക്കുക. ഇനിയും ഇങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നതിനു പകരം നമ്മൾ സമ്മർദ്ദം കൂടിയിട്ട് അതിൻ്റെ പുറകെ ഓടി അപകടങ്ങൾ വലിച്ചു വയ്ക്കുന്നത്
സാധാരണ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറെ സമ്മർദ്ദം വരുത്തുവാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ പരാജിതരാകുന്നു എന്നുള്ള ഒരു കുറ്റബോധം എപ്പോഴും നമ്മളെ അലട്ടുക. നമ്മളെ പരാജയപ്പെട്ടുവെങ്കിൽ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് പുതിയ ഒരു ജീവിത പന്ഥാവിലേക്ക് മുന്നേറുവാനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മൾ പരാജിതരാകാം. ജീവിതം എപ്പോഴും വിജയത്തിൻ്റേതല്ല. അനേക പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു വിജയം നമ്മൾക്കുണ്ടാകുന്നത്. മറ്റുള്ളവരെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നെപ്പോഴും നമ്മൾ ചിന്തിക്കരുത്. കാരണം എപ്പോഴും നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരാശരായി തീരുവാനാണ് പോകുന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവരെ പോലുള്ള വീടുകളോ വസ്തു സൗകര്യങ്ങളോ ആഡംബരങ്ങളോ ചിലപ്പോൾ കുറഞ്ഞു വന്നേക്കാം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും കൂടുതലിന് വേണ്ടി നല്ല മാർഗത്തിൽ കൂടി പോകുകയും ചെയ്യുകയാണ് നമ്മൾക്ക് നല്ലത്. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. കടം വാങ്ങിച്ച് വീട് പണിതു. അത് കടം വീടുവാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ പിതാവും മാതാവും കുഞ്ഞുങ്ങളും കൂടി ആത്മഹത്യ ചെയ്തു. കാരണം മറ്റുള്ളവർക്ക് നല്ല വീടുള്ളപ്പോൾ എനിക്കെന്തുകൊണ്ട് വീടില്ല എന്നുള്ള ചിന്ത അവരെ അലട്ടി. അവരുടെ സ്റ്റാറ്റസ് വീടാകുന്നു എന്നവർ കരുതി. ഇന്നവർ 5 പേരും ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. പലർക്കും പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും നന്മയുണ്ടാകുവാനായിട്ട് കാക്ഷിക്കുകയും ചെയ്യേണ്ടതിന് പകരം നമ്മൾ മറ്റ് തെറ്റായിട്ടുള്ള മാർഗത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ സമ്മർദ്ദമുണ്ടാകും. നമ്മൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും ചേഞ്ച് ആക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ മറ്റുള്ളവരോട് കോപിച്ചതുകൊണ്ട് പലപ്പോഴും വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകുകയില്ല. കോപം വന്നാൽ അതിനെ നിയന്ത്രിക്കുകയും നമ്മുടെ കൈകാലുകളെ നിയന്ത്രിക്കുകയും കോപം കൊണ്ട് പാപം ചെയ്യുവാൻ ഇടയാക്കാതെ ഇരിക്കുകയും ചെയ്യുകയാണ് ഉത്തമമായിട്ടുള്ളത്. നമ്മൾക്ക് വീണ്ടും ചിന്തിച്ചതായിട്ടുള്ള ഭാഗത്തേക്കൊന്നുകൂടെ കടന്നു വരാം. കോപിച്ചാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപം വന്നാൽ അതിനെ നിയന്ത്രിച്ച് ശാന്തരായി മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകളെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്.